മഴ നനച്ചിട്ട് പോയ മരുഭൂമിയിൽ ഇപ്പോൾ ട്രഫിൾ കാലമാണ്. പൊടിമണലിൽ നിന്ന് അത്ഭുതകരമാം വിധം പൊട്ടിമുളക്കുന്ന അപൂർവമായ ഭക്ഷ്യ വിളവുകാലം. ഇലകളും പൂക്കളും തണ്ടുകളുമില്ലാത്ത മരുഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുന്ന നിധി എന്നാണ് ട്രഫിൾ അറിയപ്പെടുന്നത്. മഴയ്ക്കും ഇടിമിന്നലിനും പിറകെ മരുഭൂമിയിൽ രൂപം കൊള്ളുന്ന ഇവ ജന്മ സ്വഭാവം കൊണ്ട് കൂണിനോട് സാദൃശ്യമുള്ളവയാണ്. ഉരുളക്കിഴങ്ങ് പോലെ കാണപ്പെടുന്ന രുചിയേറിയ വിഭവം. മനുഷ്യരൊരിക്കലും ചവിട്ടിയിട്ടില്ലാത്ത പ്രദേശങ്ങളിലാണ് ട്രഫിൾ പ്രത്യക്ഷപ്പെടുക എന്നാണ് അറബി കഥകളിലൂടെ നമ്മൾ അറിഞ്ഞത്. ഒറ്റപ്പെട്ടും മരത്തിന്റെ വേരുകൾക്ക് സമീപവും മണലിനടിയിൽ രൂപം കൊണ്ട് പാകമാകുമ്പോൾ മണൽ പിളർത്തി പുറത്തെടുക്കുന്നവയാണിവ. മരുഭൂമിയിലെ അത്ഭുത സൃഷ്ടികളിലെ ഒന്നായ ട്രഫിൾ ഏറ്റവും വിലയേറിയതും ഡിമാൻഡ് ഉള്ളതുമായ ഭക്ഷ്യവിഭവമാണ്. വെള്ള, തവിട്ട്, കറുപ്പ് നിറത്തിൽ ട്രഫിളുകളെ കാണാം. ഒരേ സ്ഥലത്ത് 10 മുതൽ 20 എണ്ണം വരെ കൂട്ടമായി രൂപം കൊള്ളാറുണ്ട്. അറബികൾ ഭക്ഷ്യയിനമായി ഉപയോഗിക്കുന്ന ഇവക്ക് വിപണിയിൽ വൻ വിലയാണ്. സീസൺ ആയതോടെ കുവൈത്തിലെ മാർക്കറ്റുകളിൽ ട്രഫിളുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. പല തീൻമേശകളിലും വ്യത്യസ്ത രുചിയോടെ ഇനി ഇവ കാണാം. മൃദുവായ ചെറുതായി ഉപ്പുരസമുള്ള മണ്ണിലാണ് ട്രഫിൾ വളരുക. ഡിസംബറിനും ഫെബ്രുവരിക്കും ഇടയിൽ പെയ്യുന്ന മഴയും മിന്നലും ഇവയുടെ വളർച്ചയെ ഏറെ സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മിന്നലിന്റെ മകൾ എന്ന വിളിപ്പേരും ഇവയ്ക്കുണ്ട്. ഫോസ്ഫറസ്, സോഡിയം, കാൽസ്യം, പൊട്ടാസ്യം, പ്രോട്ടീനുകൾ, കാർബോഹൈഡ്രേറ്റ്, കൊഴുപ്പ്, ധാതുക്കൾ എന്നിവയാൽ സമ്പന്നമാണ് ട്രഫിൾ. നിറവും ഗുണവും വലിപ്പവും കൊണ്ട് പ്രധാനമായും 4 തരം ട്രഫിൾ ഉണ്ട്. ഏറ്റവും പ്രസിദ്ധവും വിലയേറിയതും അൽ സുബൈദിയാണ്. മനോഹരമായ മണമുള്ളതും വെളുത്തതും വലുതും ഉയർന്ന പോഷക മൂല്യമുള്ളതുമാണിവ.